ഗുഡ് ഈവനിങ് സർ. എന്നോട് വരാൻ പറഞ്ഞത്? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഐ ആം നോട്ട് അറ്റ് ഓൾ ഹാപ്പി വിത്ത് ദി വേ യു ഹാൻഡിൽ ദി സിറ്റുവേഷൻ. ഇല്ല സർ, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്കൊരു ധാരണയുണ്ട്, മന്ത്രിമാർക്ക് വിവരമില്ലെന്ന്. നിങ്ങൾ കാണിക്കുന്ന ഈ ഓവർ സ്മാർട്ട്നെസ്സിന് നാളെ അസംബ്ലിയിൽ സമാധാനം പറയേണ്ടത് ഞാനാ. ഐ എം സോറി സർ. മിസ്റ്റർ സുകുമാരൻ, അമ്മയ്ക്ക് തീരെ സുഖമില്ലാണ്ടിരിക്കുക. വയസ്സ് 19 കഴിഞ്ഞു. 5 മിനിറ്റ് കൂടുമ്പോ എന്നെ കണ്ടുകൊണ്ടിരിക്കണം. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. യു വെയിറ്റ് ഹിയർ. യെസ് സർ. നാളെ അങ്ങ് മന്ത്രിയായി കളയുമെന്ന ഭീഷണിയായിരിക്കും. അത് ആനയ്ക്ക് മതവിളകുന്ന പോലെയുള്ളൂ. ഇരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ആനയ്ക്ക് മതവിളകിയ സമയമല്ലേ, സൂക്ഷിക്കണം. എനിക്കല്പം സംസാരിക്കാണ്ടായിരുന്നു. എനിക്കില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ പുള്ളി പറഞ്ഞു കഴിഞ്ഞു. ഇത് പേഴ്സണലാണ്. പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ മാനസികമായിട്ട് എനിക്ക് താല്പര്യമില്ല. കാരണം നിങ്ങൾക്ക് IAS ഉള്ളൂ. നിങ്ങൾക്കില്ലാത്ത ഒരു എസ് തൽക്കാലം എനിക്കുണ്ട്, അന്തസ്. അന്തസ്സുണ്ടെന്ന് പറഞ്ഞാ പോരാ, അത് പ്രവൃത്തിയിലും വേണം. അതുകൊണ്ടാ ഞാൻ ഈ വേഷത്തിലിരിക്കുന്നത്. മന്ത്രിയുടെ അമ്മയാ. കാര്യം എന്തു ആകട്ടെ, പത്രം കണ്ടപ്പം എന്റെ നെഞ്ചിടിഞ്ഞു പോയി കുഞ്ഞെ. രാജ്യം ഭരിക്കേണ്ട സമയത്ത് നിന്റെ മനസ്സിനൊരു ചാഞ്ചല്യം ഉണ്ടാകാൻ പാടില്ല. ആര് വേണേലും നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകട്ടെ, പക്ഷേ നിന്റെ അമ്മ നിന്റെ കൂടെ ഉണ്ട്. അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാ പറയുന്നേ? നിനക്കറിഞ്ഞൂടാ. നിന്നേക്കാൾ എത്രയോ വലിയ ആളായിരുന്നു നിന്റെ അച്ഛൻ. ആ അച്ഛന്റെ വലം കൈയായിരുന്നു ഞാൻ. എന്റെ മോൻ നാട് ഭരിച്ചു, അമ്മ ഈ മന്ത്രിമന്ദിരം ഭരിച്ചോളാം. ഇവിടെ ചിലതൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്താനുണ്ട്. കിടന്നു അല്ലേ? എനിക്കറിയാൻ കിടക്കുന്നത്. ഇന്നത്തെ സാമ്പാറില് അതിന് തക്കവണ്ണം ശകലം കായ ഞാൻ കൂടുതൽ ചേർത്തിട്ടുണ്ട്. സുഖമായിട്ട് ഉറങ്ങിയ തമ്പി. എന്നെ അങ്ങനെ ആരും ഇതവരെ വിളിച്ചിട്ടില്ല, അച്ഛൻ പോലും. തമ്പിച്ചേട്ടാന്നാ എല്ലാരും വിളിക്കാറ്. തമ്പിച്ചേട്ടാ. എന്തോ? എന്നെ നാളെ രാവിലെ 6 മണിക്ക് വിളിച്ചുണർത്തണം. ഉണർത്താം. എങ്ങനെ ഉണർത്തും? വിളിച്ചുണർത്താം, അല്ലെങ്കിൽ കുലുക്കി ഉണർത്താം. അതും പറ്റിയില്ലെങ്കിൽ ചോട്ടിന് ഞാൻ ഇങ്ങോട്ട് ടെലിഫോൺ ചെയ്യാം. അതൊന്നും വേണ്ട. ഇവിടെ കൂജയുണ്ടോ? മന്ത്രിമന്ദിരത്തിൽ ഉണ്ടോ എന്നുള്ള ചോദ്യമില്ല. ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവണം. കൂജ ഉണ്ടെങ്കിൽ കൂജയിൽ വെള്ളം എടുത്ത് എന്റെ മുഖത്തൊഴിക്കണം. അയ്യോ, ഞാൻ മുഖത്ത് വെള്ളം ഒഴിക്കണമെന്നോ? ബുദ്ധിമുട്ടാ. ഇത് മിനിസ്റ്ററുടെ ഓർഡറാണ്. സാർ, അപ്പോ ഞാൻ സാറിന്റെ മുഖത്ത് വെള്ളം ഒഴിക്കുന്നില്ല, തളിക്കുന്നു. ചീരക്കൊക്കെ തളിക്കുന്ന പോലെ. ഗുഡ് നൈറ്റ് സാർ. ആൾക്കാരെന്നെ ബഹുമാനിക്കണം. എനിക്ക് നാണം വരടാ. എന്താ തമ്പിച്ചേട്ട ഒരു മൂഡ് ഓഫ്? എനിക്ക് പറയാനുള്ള കാര്യം കേട്ടാ നിങ്ങൾ മൂഡ് ഓഫ്. സത്യം പറയണം, ഓർക്കാപ്പുറത്താ ഇദ്ദേഹം മന്ത്രിയായതല്ലേ? എന്താ കാര്യം? ഭാര്യയും കുട്ടികളുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇദ്ദേഹം പിരിഞ്ഞിരിക്കുന്നത്. അതെ. അപ്പൊ അത് തന്നെ കാര്യം. തട്ടിയിട്ടുണ്ട്. ഒരുമാതിരി അനാവശ്യം പറഞ്ഞിട്ടാ. നിങ്ങളൊക്കെ ഈ മന്ത്രിമന്ദിരത്തിൽ ഇന്നലെ പെയ്ത മഴയ്ക്ക് വന്നു കയറിയ കുഞ്ഞു മാക്രികളാ. ഞാൻ എത്ര മന്ത്രിമാരെ കണ്ടു. വിഷമിക്കാനൊന്നുമില്ല. എല്ലാ മന്ത്രിമാർക്കും ഓരോരോ അവസരത്തിൽ വട്ടുപിടിക്കും. പക്ഷെ അത് പൊതുജനങ്ങളെ അറിയിക്കാറില്ല. പത്രത്തിൽ ഇതിന് ദേഹാസ്വാസ്ഥ്യം എന്നാണ് പറയുക. ഇത് മൂക്കുമ്പോഴാണ് വിദഗ്ധ ചികിത്സയ്ക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത്. ചുമ്മാ തമാശ പറയാതെ തമ്പിച്ചേട്ടാ. PS-ന് യാതൊരു കുഴപ്പമില്ല. പോ മനസ്സിലായിക്കോളൂ. ഇയാളെന്താ ഇങ്ങനെ പറയണേ? അയാക്ക വട്ട്.
താങ്ക് യു. സാറേ ഇങ്ങനെ കാണിച്ച വയറു വയറും പോലെ അപ്പൊ ഇത് വയറല്ലേ? ഇവിടെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് വയറ് വേണ്ടേ? ഇതേ ഇങ്ങനെ കാണിച്ചാ മതി. വരൂ, തുടർച്ചയായിട്ട് കാണിച്ചാ മതി. നിർത്ത്. എന്താ പ്രശ്നം? ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ പോട്ടെ, മൃഗമായാലും രാവിലെ അതിന്റെ മുഖത്തുകൊണ്ട് വെള്ളം ഒഴിച്ചാൽ ഭാഷ അറിയാൻ മേലെങ്കിലും അത് തന്തയ്ക്ക് വിളിക്കാതിരിക്കുമോ? ഇവിടെ ഒരു മിനിസ്റ്ററേ കാലത്തെ 6 മണിക്ക് മുഖത്ത് വെള്ളം ഒഴിക്കാൻ പറയുന്നു. ഞാൻ ഒഴിച്ചപ്പോഴേ ചിരിക്കുന്നു, പിന്നെ താങ്ക് യു എന്ന് പറയുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്നാലേ ഇത് തുടക്കം. ഗുഡ് മോർണിംഗ് സർ. ഞാൻ പ്രിൻസിപ്പലാണ്. ഞാൻ കോളേജ് യൂണിയൻ ചെയർമാൻ. ഞാൻ മന്ത്രിയാ. എന്താ കാര്യം എന്ന് പറയൂ. ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. മാഡം പറയൂ, കുട്ടി പറയൂ. ഞങ്ങളുടെ കോളേജിന്റെ ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രിയെ ക്ഷണിക്കാൻ വന്നതാ. എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പെട്ടെന്ന് മറുപടി പറയണ്ട, ചിലപ്പോ തീരുമാനം മാറ്റേണ്ടി വരും. എന്റെ തീരുമാനങ്ങൾ ഞാൻ മാറ്റാറില്ല. കോളേജിന്റെ പേര് ഞങ്ങൾ പറഞ്ഞില്ല. ഞാൻ ചോദിച്ചില്ല. മിനിസ്റ്ററുടെ മിസ്സസ് ഞങ്ങളുടെ കോളേജിലാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് മിനിസ്റ്റർ തന്നെ വരണമെന്ന് നിർബന്ധം. അതുകൊണ്ട് തന്നെയാണ് മിനിസ്റ്റർക്ക് വരാൻ നിർബന്ധമില്ലാത്തത്. എന്റെ ഓഫീസ് കാര്യങ്ങളിൽ എന്റെ കുടുംബാംഗങ്ങൾ സ്വാധീനിക്കാറില്ല. എന്റെ ഭാര്യ അവിടുത്തെ അധ്യാപികയായതുകൊണ്ട് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഞാനൊരു കാര്യം ഒരിക്കലേ പറയാറുള്ളൂ. വീണ്ടും വിളിച്ചുകൊണ്ടോ വന്നു കണ്ടുകൊണ്ടോ സമയം വേസ്റ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ശരി. കോളേജിൽ ആകെ ഫ്ലാഷ് ആയിട്ടുണ്ട് മിനിസ്റ്റർ വരുന്ന കാര്യം. ഞാനൊരു കാര്യം ഒരിക്കലേ പറയാറുള്ളൂ. ദുഷ്യന്തന്റെ ഭാര്യയല്ലേ മമ്മി ശകുന്തള? പിന്നെ കണ്ടിട്ട് അറിയാത്തത് എന്താ? തിരിച്ചറിയണമെങ്കിൽ ദുഷ്യന്ത ശകുന്തളയ്ക്ക് കൊടുത്ത മോതിരം കയ്യിൽ വേണ്ട. അത് നഷ്ടപ്പെട്ടു പോയില്ലേ? മമ്മി എന്തിനാ കരയുന്നത്? ദുഷ്യന്തൻ പപ്പായെ പോലെ ശകുന്തളയുടെ മോതിരം പണയം വെച്ചതാ. രാവിലെ 10 മണിക്ക് കൊല്ലം വൃന്ദാവൻ ഹാൾ മന്ത്രി സഹദേവന്റെ മകളുടെ മാരേജ്. 10:30 കൊല്ലം ടൗൺ ഹാൾ അന്തരിച്ച സ്വാതന്ത്ര്യ സേനാനി കൊച്ചുകുട്ടൻ അനുശോചന സമ്മേളനം ഉദ്ഘാടനം. 11:15 ഹരിപ്പാട് കൈകയാശ്രമം പരമാനന്ദ സ്വാമിയുടെ സപ്തതി ആഘോഷം ആശംസ പ്രസംഗം. 12 മണിക്ക് ചെങ്ങന്നൂർ ഈറ്റ് ഫാസ്റ്റ് ഫുഡ് ഷോപ്പ് ഉദ്ഘാടനം. 1 PM കോട്ടയം TV ലഞ്ച്. 2 PM മാന്യശബ്ദം പത്രമാഫീസ് സന്ദർശനം. 3 PM ചെങ്ങനാശ്ശേരി വിമൻസ് ഹാൾ പാർട്ടി മഹിളാ വിഭാഗം സംഘടിപ്പിക്കുന്ന സ്വീകരണ സമ്മേളനം. ഇതിനിടയ്ക്ക് എപ്പോഴാണ് ഞാനൊന്ന് ശ്വാസം വിടുന്നത്? എല്ലാം മിനിസ്റ്റർ സമ്മതിച്ച് ചാർട്ട് ചെയ്തതാണ്. 3 മണിക്ക് ശേഷമുള്ള എല്ലാ പ്രോഗ്രാംസും ക്യാൻസൽ ചെയ്തേക്ക്. സാറേ, അത് 3 മണിക്ക് ശേഷം പാർട്ടി സംഘടിപ്പിക്കുന്ന സ്വീകരണങ്ങളും 6 മണിക്ക് പാർട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗുമാണ്. ഇത് മിനിസ്റ്ററുടെ ഓർഡറാണ്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത മിനിസ്റ്റർ തന്നെ പ്രോഗ്രാംസ് ക്യാൻസൽ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. സർ, അമ്പലപ്പുഴ ഒരു ഗുഡ് ലക്ക് ലോഡ്ജ് ഉണ്ട്. ഇന്ന് രാത്രിയിലത്തേക്ക് എനിക്ക് അവിടെ റൂം ബുക്ക് ചെയ്യണം. സർ, ഏതെങ്കിലും റൂം പോരാ, റൂം നമ്പർ 5 തന്നെ വേണം. സർ. എനിക്ക് പോകാൻ ഒരു ടൂറിസ്റ്റ് ടാക്സി ഏർപ്പാട് ചെയ്യണം. പ്രോട്ടോക്കോളൊന്നും വേണ്ട, അതായത് പോലീസും കിടുപിടിയൊന്നും വേണ്ടെന്നർത്ഥം. ഞാൻ തനിച്ചു പോയിക്കോളാം. നാളെ രാവിലെ മടങ്ങി വരും. ഈ അമ്പലപ്പുഴ ബന്ധുക്കളാരെങ്കിലും? അമ്പലപ്പുഴയായിരിക്കില്ല, അമ്പലത്തറയായിരിക്കും. അവിടെ അവന്റെ അച്ഛന്റെ വകയിൽ ഒരു സഹോദരിയുണ്ട്. അമ്പലപ്പുഴ തന്നെ പറഞ്ഞത്. ഒരു ഗുഡ് ലക്ക് ലോഡ്ജ്. അവിടെ മുറി വെക്കാനും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, അവിടെ വല്ല ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടോ എന്ന്. ഉണ്ട്, ശ്രീകൃഷ്ണസ്വാമി ഉണ്ട്. തലയ്ക്ക് സ്ഥിരമില്ലാത്തവരോട് എന്തോ പറയാനാ? എന്ത് പറഞ്ഞ ചേട്ടാ, ഞാനിത് ആരോടെങ്കിലും ചോദിക്കണ്ടേ? ഇന്ന് രാത്രി പോവും, ഒറ്റയ്ക്ക് പോവും, കൂടെ ആരും ചെല്ലണമെന്നൊക്കെ പറയണേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ കൂടെ പോവും. അങ്ങോട്ട് അതും ഇതൊക്കെ പറയും. ഇത് നമ്മുടെ ചോറ. ഞാൻ പോയില്ലെങ്കിൽ എന്റെ ദേഹമെങ്കിലും കൂടെ പോവും. ഉടനെ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിവരം പറയണം. എന്റെ പൊന്ന് തമ്പിച്ചേട്ടാ, ചേട്ടെങ്കിലും കൂടെ വെക്കണോട്ടാ. ഒരു ധൈര്യത്തിന്. അത് ഞാൻ ഏറ്റു. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ പല മന്ത്രിമാരെ അമ്പലപ്പുഴ കാണിച്ചിട്ടുള്ളവനാ.
ഗുഡ് മോർണിംഗ് എസ് ഐ സാർ. ഗുഡ് ലക്ക് ലോഡ്ജോ. സാർ മാധവനാരെ, സാർ. ഇന്ന് വൈകുന്നേരം ഇൻഡസ്ട്രീസ് മിനിസ്റ്റർക്ക് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് സാർ. 4 മണിക്കാ പ്രോഗ്രാം. ഗുഡ് ലക്ക് ലോഡ്ജിൽ റൂം നമ്പർ 5 ബുക്ക് ചെയ്യണം. ഗുഡ് ലക്ക് ലോഡ്ജോ? ആ ലോഡ്ജ് അല്പം വശപ്പശയാണ് സാർ. അവിടെ ഫ്രീ വിഷയമൊക്കെ ഉണ്ട്. ഇതാണ് ഗുഡ് ലക്ക് ലോഡ്ജ് അല്ലടാ? അതെ സാർ. ഇവിടെ റൂം നമ്പർ 5 ഉണ്ടോ? ഉണ്ട് സാർ, പക്ഷെ അത് പൂട്ടിയിട്ടിരിക്കുക, വാടകയ്ക്ക് കൊടുക്കാറില്ല. മുത്തു മാമാ, അയ്യോ, സാർ ഉദ്ദേശിക്കുന്ന മാതിരി പണ്ടത്തെ ബിസിനസ് ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ല. പണ്ടത്തെ ബിസിനസ് എന്ന് പറഞ്ഞാല് പെണ്ണുങ്ങൾ പോയിട്ട് ഒരു സാരിയും ബ്ലൗസും പോലും ഇപ്പൊ ഇതിനകത്ത് കേട്ടാറില്ല. ആഹാ, എന്നുപോലെ ഞങ്ങളുടെ മുതലാളി ഗംഗയിൽ പോയി കുളിച്ചിട്ട് വന്നതിന് ശേഷം. ആ മുറി ഒന്ന് കണ്ടു വാ. ഓ മുത്തു. മാഹന്നാരെ സാർ, നിങ്ങൾ ട്രിവാൻഡ്രത്തിന് ഫോൺ ചെയ്ത് റൂം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നുള്ള വിവരം അത് ഇൻഫോം ചെയ്യാം. ഒന്ന് സ്പീഡിൽ പോടോ. മന്ത്രിയുടെ വണ്ടിയുടെ പുറകെ തന്നെ വെച്ച് പിടിച്ചോ. പുറയിലല്ലാതെ എന്റെ മുമ്പിലാണോ പോണത്? 60 കൂടുതൽ പോണ്ട. ഒരു കടാണോ നിർത്തണേ, എന്തെങ്കിലും കഴിക്കണം. മന്ത്രിയുടെ വണ്ടി നിർത്താതെ ഈ വണ്ടി നിർത്തുന്ന പ്രശ്നം ഇരിക്കുന്നില്ല. വിട്ടോ, വയറ് കായുന്നതോ? എന്റെ ഉള്ളാണ് കായണത്. റൂം നമ്പർ 5. പാടു താലിപ്പൂത്തുമ്പി മോഹത്തിങ്കൾ വേളിപ്പൂ ചൂടി ഇന്ദ്രനീലരാവിനുൾക്കളങ്ങളിന്നിതാ നിറമാർന്ന സ്വർഗവാടിയായി മധുമാസവേളയായി നീ മോഹത്തിങ്കൾ വേളിപ്പൂ ചൂടി മൂവന്തിപ്പൊയ്കയിൽ നീന്തി വന്നോ മാനത്തെ സിന്ദൂരം തൊട്ടിരുന്നോ നിന്നിൽ പ്രണയം തിരയാടുന്നു പൊന്നല്ലിത്തേരുണ്ടോ വരമന്ത്ര ചൊല്ലുണ്ടോ സ്വപ്നങ്ങളായി ഇന്ത്യൻ മൗനം വിടരും നേരം പാടു താലിപ്പൂ തുമ്പി മോഹത്തിങ്കൾ വേളിപ്പൂ ചൂടി
മുന്നാഴിപ്പൂക്കളിൽ തേൻ നിറഞ്ഞു മുത്തോലത്താരുണ്യം മെയ് പുണർന്നു പനിനീ കൊമ്പി കിളിപാടുമ്പോൾ വർണ്ണത്തെല്ലുണ്ട് ഓളക്കസവുണ്ട് 100 നിറങ്ങളിൽ നിറയുന്നോരൻ കരളിൽ സ്നേഹം നുരയും നേരം ഇന്ദ്രനീലരാവിനുൾക്കളങ്ങളിന്നിതാ നിറമാർന്ന സ്വർഗവാടിയായി മധുമാസവേളയായി നീ പാടും താലിപ്പൂത്തുമ്പി മോഹത്തിങ്കൾ വേളിപ്പൂ ചൂടി. വാ വാ വാ. ഞാൻ എന്റെ ഭാര്യയെ വാവേന്ന് വിളിച്ചോട്ടെ? വാവയോ? ആ വാ 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 വാ. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണല്ലേ? മണിപ്പന്തലില്ലാത്ത, എന്തിന് ചടങ്ങിന് ഒരു ഗ്ലാസ് പാല് പോലും ഇല്ലാത്ത ആദ്യ രാത്രി. ആനയിക്കാൻ നാത്തുമാരില്ല, ആരുമില്ല. എല്ലാം നല്ലതിന് വേണ്ടി തന്നെ. അന്ന് പാർട്ടിക്ക് വേണ്ടി 5000 രൂപ പലിശയ്ക്ക് തന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ വാവയെ കിട്ടുമായിരുന്നു. പക്ഷെ കഴുത്തറത്ത് പലിശ വാങ്ങിച്ചു കളഞ്ഞു കേട്ടോ. പലിശയല്ലേ വാങ്ങുള്ളൂ, അച്ഛന്റെ ആകെയുള്ള മുതലേം കൊണ്ടുവന്നില്ലേ? അല്ല, എന്ത് ധൈര്യത്തിൽ ഇറങ്ങി വന്നത്? എന്റെ പോക്കറ്റ് എത്ര രൂപ ഉണ്ടെന്നറിയോ? ഓൺലി 13 റുപ്പീസ്. പേടിക്കണ്ട, ഞാൻ പട്ടിണിക്കൊന്നും ഇടുകയില്ല. ഞാൻ ഉണ്ണുന്നതിന് മുമ്പ് 1 ഉരുള ഞാൻ വാവയ്ക്ക് വാങ്ങിച്ചു തരും. ഇനി ലോക ഇടിഞ്ഞു വീണാലും ഞാൻ ആത്മഹത്യ ചെയ്യുന്നു, വാവ പേടിക്കണ്ട. കലാകാരന്മാർ ആത്മഹത്യ ചെയ്യും, ബിസിനസ്സുകാർ ആത്മഹത്യ ചെയ്യും, ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ ചെയ്യും. പക്ഷേ രാഷ്ട്രീയക്കാരൻ ആത്മഹത്യ ചെയ്ത ചരിത്രമില്ല. എന്താ കാരണം എന്നറിയോ? തൊലിക്കട്ടി. മാനമര്യാദയായിട്ട് തിരുവനന്തപുരത്തിരുന്ന് രാജ്യം ഭരിക്കേണ്ട മന്ത്രി അമ്പലപ്പുഴ വന്ന് ഗുഡ്ലക്ക് ലോഡ്ജിൽ മുറിയെടുത്ത് കൊതുകടിയും കൊണ്ട് മലന്ന് കിടന്ന് മട ചിരിക്കുന്നു. ഇത് വട്ടല്ലാതെ പിന്നെ എന്തുവാ? കേട്ടോ കേട്ടോ, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. എനിക്കൊന്നും ഉറപ്പാ ടീച്ചർ എന്ന് പി എസിനെ പിരിഞ്ഞോ അന്ന് പി എസിന്റെ ഐശ്വര്യം തീർന്നു. എനിക്ക് പലപ്പോഴും പി എസിനോട് പറയണമെന്നുണ്ടായിരുന്നു ടീച്ചറിനെ വിളിച്ചുകൊണ്ടുവരാൻ. പക്ഷേ മന്ത്രിയായപ്പോ പി എസ് എല്ലാം മറന്നു. അധികാരം മനുഷ്യനെ മയക്കുന്ന കറപ്പാണെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എനിക്കത് ബോധ്യായി. തമാശയ്ക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പി എസ് സംസ്ഥാനത്തിന്റെ സ്വത്താണെന്ന്. ഇപ്പൊ അതുപോലെയായി. നമുക്കാർക്കും ഒരു അവകാശമില്ല. ഞാനൊരു കത്ത് തന്നാൽ അത് സുഖേട്ടന് കൊടുക്കാമോ? അയ്യോ പിന്നെന്താ, ഞങ്ങൾ തമ്മിൽ പിണക്കൊന്നുമില്ല. ഞാൻ എപ്പോഴും പി എസിന്റെ സുഹൃത്ത് തന്നെയാ, മന്ത്രിയാണേലും അല്ലേലും. എന്റെ അച്ഛനുമായി ഇക്കാര്യത്തിൽ ഞാൻ എന്നേക്കുമായി പിണങ്ങിക്കഴിഞ്ഞു. എനിക്ക് ആകെയുള്ളത് സുഖേട്ടനാണ്. ഈ കത്ത് കിട്ടിയാലെങ്കിലും സുഖേട്ടൻ എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോണം. എനിക്കവിടെ വീണ്ടും വരാൻ അറിയാൻ പാടില്ലാത്തോണ്ടല്ല, പക്ഷെ ഒരു ഭാര്യ എന്ന നിലയിൽ എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ബെഡ് സൂക്ഷിക്കണം കേട്ടോ. കുരുടാമഞ്ഞ് ശശി ഇനി എന്റെ സ്റ്റാഫിൽ വേണ്ട. പി എസിന്റെ ജീവിതത്തിൽ ഇനി കുറച്ചു നാളത്തേക്ക് ടീച്ചറും വേണ്ട. വിളിച്ചു. ഇന്നത്തെ പ്രോഗ്രാം എന്താ? ഈയിടെയായിട്ട് പ്രത്യേകിച്ചൊന്നും ചാറ്റ് ചെയ്യാറില്ല. രാവിലെ മിനിസ്റ്റർ പറഞ്ഞതിന് ശേഷമേ. വേണമെങ്കിൽ എന്റെ സ്വീകരണമാകാം. ഒരു ഉദ്ഘാടനം, പിന്നെ ഒരു അനുശോചനം. പക്ഷേ 6 മണിക്ക് ശേഷം ഒരു പ്രോഗ്രാമും ചാർട്ട് ചെയ്യണ്ട. സാർ, എന്റെ സ്കൂട്ടർ ഇവിടെ വർക്ക്ഷോപ്പിലാണ്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് മുമ്പ് റെഡി ആവണം. സാർ, സ്കൂട്ടറിൽ എവിടെ പോകാനാണ്? 6 മുതൽ 10 മണി വരെയുള്ള എന്റെ പ്രോഗ്രാം എന്റെ കയ്യിലാണ്. അവൻ എത്ര വലിയ മന്ത്രിയായാലും എന്റെ മോന. പണ്ട് ജവഹർലാൽ നെഹ്റു കേരളം സന്ദർശിക്കാൻ വന്നപ്പം
യവന്റെ അച്ഛനെ യോഗസ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കാർ അയച്ചു. അദ്ദേഹം കയറിയില്ല, നേരെ ഒരു സൈക്കിൾ എടുത്ത് യോഗസ്ഥലത്തെത്തി. എന്റെ മോനും ആ പാരമ്പര്യം തന്നെ. ജനങ്ങളുടെ ഇടയിൽ കൂടി സ്കൂട്ടർ ഇട്ട് ഓടിച്ച് ജനകീയ മന്ത്രി എന്നുള്ള പേര് സമ്പാദിക്കാനായിരിക്കും. അവൻ ജനകീയ മന്ത്രിയാ, ഞാൻ ജനകീയ മന്ത്രിയുടെ അമ്മയാ. അല്ലേ താൻ ഇവിടുത്തെ കുക്ക എന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും? എന്നെ കുക്കെന്ന് വിളിച്ചാലുണ്ടല്ലോ. തന്നെ കുക്കെന്ന് വിളിച്ചാൽ താൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു? ഞാൻ എന്റെ ഊരബലത്തെ പൊടിയും തട്ടി പോക്കിന് പോകും. തമ്പിച്ചേട്ടാ നിങ്ങളെവിടെ വാ പോന്ന് പറഞ്ഞാ ഞങ്ങൾ എന്ത് ചെയ്യും? വൈകിട്ട് സ്കൂട്ടർ എടുത്തിട്ട് പോകുന്ന പറയണത്. ആരും കൂടെ ചെല്ലുന്ന ഓർഡർ. അതൊന്നും പറഞ്ഞ ഞാൻ സമ്മതിക്കൂല. എവിടെ പോയാലും ഞാൻ കൂടെ പോവും. ഇതെന്റെ ചോറാണ്. മിണ്ടാതിരിയടോ, ഏത് നേരം ചോറ് ചോറ്. മന്ത്രി സ്കൂട്ടറിലാണല്ലോ പോണത്. സ്റ്റേറ്റുകാർ ഒഴിഞ്ഞെടുക്കുക. നമ്മൾ സ്റ്റേറ്റുകാർ കയറി മന്ത്രിയുടെ പിന്നാലെ ഫോളോ ചെയ്ത് പോകുന്നു.